ജയറാമേട്ടന്റെ മോളുടെ വെഡിങ് റിസപ്ഷന് എന്തൊക്കെയാണ് ഫുഡ്? ഭക്ഷണ വിശേഷം അറിയാൻ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ലേ? എല്ലാരും ഹാപ്പി ആയിട്ടാണ് പോയത്. നിങ്ങൾ എന്താണ് കഴിച്ചത്? ഓൾമോസ്റ്റ് എവറിത്തിങ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണ്? കുനാഫ. വന്നവരും കഴിച്ചവരും എല്ലാം ഭക്ഷണത്തിനെ കുറിച്ച് ഒരേ ഒരു വാക്കാണ് പറഞ്ഞത്, അടിപൊളിയെന്ന്. കാരണം എല്ലാവരുടെ വയറും മനസ്സും ഒരേപോലെ നിറയുന്ന രീതിയിലായിരുന്നു നമ്മുടെ റോയൽ കാറ്ററിംഗ് ഫുഡ് ഇവിടെ സെറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. വളരെ ഹൈജീനോട് കൂടിയിട്ടുള്ള ഒരുപാട് ലൈവ് കൗണ്ടേഴ്സ് ഉണ്ട്. മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മൈസൂർ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പാലത്തും കൊച്ചിയിലും മാത്രം ഔട്ട്ലെറ്റുള്ള റോയൽ കാറ്ററിംഗ് സർവീസ് ആണ് ഇവിടുത്തെ ഫുഡ് എല്ലാം സെറ്റ് ആക്കിയിട്ടുള്ളത്. ഫുഡ് മാത്രമല്ല എല്ലാ കാര്യങ്ങളും, ഒരുപാട് ലൈവ് കൗണ്ടേഴ്സ് തന്നെ ഇവിടെ ഉണ്ട്. പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കാൻ പോകുന്നത് ഫുഡിന്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പം അതിൽ തന്നെ പോവുകയാണെങ്കിൽ നമുക്കൊരു സൂപ്പ് കൗണ്ടർ കാണാൻ പറ്റും. സൂപ്പ് എന്തൊക്കെയുണ്ട് നോക്കുകയാണെങ്കിൽ ഇതാണ് പംകിൻ സൂപ്പ് കേട്ടോ. പിന്നെ ടൊമാറ്റോ ഗാർലിക് ചിക്കൻ സൂപ്പ് ഉണ്ട്, ഒരു വെജും ഒരു നോൺ വെജും. ഇത് നമ്മുടെ പാലപ്പാണ്, വെള്ളയപ്പം തന്നെ. പിന്നെ ഗീ പത്തലുണ്ട്, അതേപോലെ തന്നെ കാന്താരി ചിക്കൻ നല്ല എരിവുള്ള ഒരു ഐറ്റാണ്. പിന്നെ ഗീ പൊറോട്ട ഉണ്ട്, ഒരു രക്ഷ ഉണ്ടാവില്ല കേട്ടോ. ഫുൽക്ക റൊട്ടി ഉണ്ട്, അതേപോലെ തന്നെ മട്ടൻ പെപ്പർ മസാല ഉണ്ട്. പിന്നെ ഇതാണ് ചിക്കൻ അൽഫാം, ചിക്കൻ്റെ ലെഗ് പീസ് തന്നെയാണ്. പിന്നെ തങ്കടി കബാബാണിത്. അതേപോലെ തന്നെ തട്ടുദോശയുണ്ട്. പിന്നെ ഇനിയിപ്പോൾ പ്ലെയിൻ ദോശയാണ് വേണമെങ്കിൽ അതും ഉണ്ട്. പിന്നെ നെയ് റോസ്റ്റ്, മസാല ദോശ, ദോശേൻ്റെ എല്ലാ വെറൈറ്റീസും, അതോടൊപ്പം തന്നെ ടൊമാറ്റോ ചട്നി, മീൻ ചട്നി, സാമ്പാറൊക്കെ ഒരു കൗണ്ടറിൽ കൊടുക്കുന്നുണ്ട്. വെജിൽ തന്നെ കേർഡ് റൈസും കേർഡ് വടയും മൈസൂർ ഇഡ്ഡലിയും ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നു. മഷ്റൂം മസാല ഇട്ട് സെറ്റ് ആക്കിയതുണ്ട്. വെജ് കൗണ്ടറിൽ തന്നെ ഗീ പത്തലുണ്ട്. പിന്നെ വെജിറ്റേറിയൻസിന് ഏറ്റവും നല്ലൊരു ചോയ്സ് ആണ്. അതോടൊപ്പം തന്നെ വെജ് കടായി ഉണ്ട്, പനീർ ബട്ടർ മസാല ഉണ്ട്, പിന്നെ വെജ് ബിരിയാണി ഉണ്ട്, സോയ കോക്കനട്ട് ഫ്രൈ ചെയ്ത് വന്നൊരു ഐറ്റം ഉണ്ട്. സാലഡ് ബാർസിൽ തന്നെ ഏകദേശം ഒരു 5-6 വെറൈറ്റീസ് ഓഫ് സാലഡ് പ്രത്യേകം ഒരു കൗണ്ടറിൽ തന്നെ ഇവർ സെറ്റാക്കി. ഒരുപാട് റയർ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഒരു കൗണ്ടറാണ്. ഇനി ഐറ്റംസ് ഓരോന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് ചങ്കി ഗ്രീക്ക്, അതേപോലെ തന്നെ കുബൂസ് ഉണ്ട്, ഹുമ്മോസ് ഉണ്ട്. ഇത് റോ മാംഗോ സാലഡ് ആണ്. അതേപോലെ തന്നെ ഗ്രീൻ സാലഡ് ഉണ്ട്. ഇത് ആപ്പിൾ കോൺ ആണ്. പിന്നെ വാട്ടർമെലൻ്റെ ഒരു സാലഡ് ഉണ്ട്. പിന്നെ ഹുമ്മോസ്, മുത്തബൽ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാരണം മെനുവിൽ അധികവും സാലഡ്സ് ഉള്ളതുകൊണ്ട് സാലഡ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ചോയ്സ് തന്നെയായിരിക്കും. ഇനിയിപ്പം ഇതല്ലാതെ ബിരിയാണീൻ്റെ ഒരു കൗണ്ടേഴ്സ് വേറെ വരുന്നുണ്ട്. പിന്നെ ഇത് മട്ടൺ കബാബാണ്. മട്ടൺ കബാബൊക്കെ വമ്പൻ സെറ്റപ്പിലാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഫിഷ് തവയുണ്ട്, തലശ്ശേരി സ്റ്റൈല് ദം മട്ടൻ ബിരിയാണി ഉണ്ട്, വെജ് മട്ടൻ ബിരിയാണി ഉണ്ട്. പിന്നെ അതിനുള്ള കാര്യങ്ങളുണ്ട്. ആൾക്കാരൊക്കെ ഒരു അറേബിക് വേഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഡെസേർട്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കുനാഫ ഉണ്ട്. കുനാഫ കട്ട് ചെയ്ത് ഇങ്ങനെ ട്രയാങ്കിൾ പീസ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇളനീർ പായസം ഉണ്ട്, നല്ല ചിൽഡ് ആയിട്ടുള്ള ഇളനീർ പായസമാണ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് തണുപ്പ് കടിച്ച് അടിപൊളിയായിരിക്കും. പിന്നെ ചിക്കു പുഡിംഗ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. വേറെ തന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ട്. പിന്നെ പേസ്ട്രീസ് ഉണ്ട്, 2-3 വെറൈറ്റീസ്. പിന്നെ രസമലായി ഉണ്ട്. പിന്നെ വേറൊരു കാര്യം വന്നാണ് ലുക്കീമത്ത് എന്നുള്ള സംഭവം. പിന്നെ ജിലേബി ഒക്കെ സ്പോട്ടിൽ ചൂടാക്കി കൊടുക്കുകയാണ്. പിന്നെ ലുക്കീമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ അടിക്കുന്ന ഒരു സാധനമാണ്, വട്ടത്തിൽ വരുന്ന ഒരു സാധനം. ജിലേബിയുടെ സ്പോട്ടിൽ എണ്ണയിൽ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ അപ്പുറത്ത് തന്നെ, അതിലേക്ക് നമുക്ക് വരാം. ആൾക്കാരൊക്കെ വന്നവരൊക്കെ ഫുഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അധികം പാലക്കാട് ബേസിലുള്ള റിലേറ്റീവ്സ് തന്നെയായിരുന്നു ഈ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ചായക്കടയിൽ ഒന്ന് പോയി നോക്കാം. അപ്പൊ പെരുവണ്ണാപുരത്തെ ചായ വിശേഷങ്ങൾ, ഇവിടെ ഒരു ചായക്കട റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ പലതരത്തിലുള്ള ടീസ് ഉണ്ട്, അതേപോലെ തന്നെ ഉപ്പിലിട്ടതുണ്ട്. ഇവിടെ ലൈവായിട്ട് ചായ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ, ഇവിടുത്തെ വേഷങ്ങള് വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ഇവർ വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്. ചേട്ടാ ഒരു ചായ. വെൽക്കം ഡ്രിങ്കിനൊപ്പം തന്നെ സ്റ്റാർട്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. 4-5 വെറൈറ്റീസ് ഓഫ് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. പിന്നെ ഈ ബിരിയാണി കൗണ്ടർ എല്ലാവരും ആകർഷിച്ച ഒരു കൗണ്ടറാണ്. കാരണം അറേബിക് ഡ്രസ്സ് ഇട്ടിട്ട് അറബികളെ പോലെ ചുറ്റും നിന്നിട്ട് ഇവർ ഫുഡ് സപ്ലൈ ചെയ്യാണ്. പ്രത്യേക ഒരു കൗണ്ടർ തന്നെ ഇവർ നടുക്ക് സെറ്റാക്കിയിട്ടുണ്ട്. സർക്കിളിലായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വട്ടത്തിൽ പോയി കറങ്ങി വന്നിട്ട് ഐറ്റം വേഗം എടുക്കാൻ പറ്റും. പിന്നെ റോയലിൻ്റെ കൗണ്ടേഴ്സ് ഒക്കെ എന്ന് പറയുകയാണെങ്കിൽ വളരെ പ്രൊഫഷണലി ആണ് അവർ സെറ്റാക്കിയുള്ളത്. ആ ടീമാണെങ്കിൽ തന്നെയും ആ ഡിസൈൻ വൈസ് ആണെങ്കിലും നമുക്കൊരു പ്രീമിയം ഫീൽ എന്തായാലും കിട്ടും. കിച്ചണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവിടെ ലൈവായിട്ട് ഫിഷ് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മസാലയൊക്കെ ഓൾറെഡി തേച്ച് സെറ്റാക്കി വെച്ചിട്ടുള്ള ഫിഷാണ്. അപ്പം അത് നേരെ കല്ലിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഒരു ഗംഭീര മണം നമുക്ക് ചുറ്റും കൊണ്ട് കിട്ടും. പിന്നെ ഇവിടെ തന്നെ ഒരു വേറെ ഹൈലൈറ്റ് ആയിരുന്നു മൈസൂർ ഇഡ്ഡലി എന്ന് പറഞ്ഞത്. ഇവിടെ 2 ചേച്ചിമാർ ചേർന്നിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതിങ്ങനെ തട്ടായിട്ട് ആയി വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ലൈവ് ദോശ കൗണ്ടർ സെറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ദോശയ്ക്ക് പുറമെ തന്നെ മസാല ദോശ, നെയ് റോസ്റ്റ് ഒക്കെ ഇവിടുന്നാണ് ആവുന്നത്. സ്റ്റാർട്ടേഴ്സ് ഇവിടുന്നാണ് പൊരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ തൊട്ട സൈഡിൽ തന്നെ ഒരു ചേട്ടൻ ഫുൽക്ക റൊട്ടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ഫയറിന് മുകളിലുള്ള പരിപാടിയാണ്. എന്തായാലും നല്ലൊരു ഹൈജീൻ എനിക്ക് അവിടെ കാണാൻ പറ്റി. ഇത് നെയ് ഗീ പൊറോട്ട, അതായത് കോയിൻ പൊറോട്ട ഗീയിൽ ഉണ്ടാക്കുന്നതാണ്. വളരെ പ്രീമിയം ആയിട്ടാണ്. എന്തായാലും മൊത്തത്തിൽ റോയൽ പരിപാടി കളറാക്കി. നിങ്ങൾ എന്താണ് കഴിച്ചത്?
ഓൾമോസ്റ്റ് എവറിഥിങ് ഏറ്റവും ഫുഡ് ഇഷ്ടപ്പെട്ട ഏതാണ്? കുനാഫ കുനാഫ. ഡിസേർട്ട് സൂപ്പർ അതൊരു ലൈറ്റ് ഐറ്റം അല്ലേ? ഹെവി ആയിട്ട് എന്ത് ഇഷ്ടപ്പെട്ടു? ഹെവി എല്ലാം നല്ലായിരുന്നു. ചിക്കൻ കറി സൂപ്പർ Everything was nice and like to താങ്ക് റോയൽ കേറ്ററിംഗ് കാരണം അവർ അത്രയും നന്നായി ഓർഗനൈസ് ചെയ്തു. ഫുഡ് എല്ലാം കറക്റ്റ് ടൈമിന് എല്ലാവരെയും കൊണ്ടുവന്ന് കറക്റ്റ് സർവീസും എല്ലാം നല്ലായിരുന്നു. ആൻഡ് താങ്ക് യു ഫ്രം ബോത്ത് ഓഫ് അസ്. റോയലിന്റെ സർവീസ് അടിപൊളിയാണ്. വേറെ ലെവൽ. സാറ്റിസ്ഫൈഡ്? യെസ് മോർ ദാൻ സാറ്റിസ്ഫൈഡ്. റെക്കമെൻഡ് ചെയ്യും? Yeah, of course. താങ്ക് യു. So that's one thing that I truly believe in. നമ്മൾ എന്തൊക്കെ തന്നെ ഡെക്കോർ ബാക്കി നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ്സോ എന്ത് കൊടുത്താലും ആൾക്കാർക്ക് എപ്പോഴും ഒരു ചെറിയൊരു 0.5% അപ്പോഴും ഒരു എക്സ്പെക്ടേഷൻ കുറച്ചും കൂടെ ആവായിരുന്നു, അങ്ങനെയുള്ള ഇനിയും ബെറ്റർ ആവാം, ഇനിയും വേണം എന്നുള്ളതാണ് ഒരു ജനറൽ ഹ്യൂമൻസിന്റെ ഒരു ടെൻഡൻസി. ഇറ്റ്സ് ഓൺലി വിത്ത് ഫുഡ് ദറ്റ് യു ക്യാൻ 100% സാറ്റിസ്ഫൈ എ ഹ്യൂമൻ. ഫുഡിന് ഒരു കാര്യം കൊണ്ട് മാത്രമാണ് ഒരാളെ കംപ്ലീറ്റ്ലി ഹാപ്പി ആക്കാൻ പറ്റുന്നത്. സോ യു ഗൈസ് ഹാവ് ഡെഫിനറ്റ്ലി ഡൺ ദാറ്റ് ടു അസ് ആൻഡ് ടു ഓൾ അവർ ഗെസ്റ്റ്സ്. കഴിഞ്ഞ ഒരു 1 വീക്കിലുള്ള എല്ലാ ഫംഗ്ഷൻസിലും നിങ്ങൾ കേറ്റർ ചെയ്ത ഫംഗ്ഷൻസ് എല്ലാവരും ഹാപ്പി ആയിട്ട് ദേ ലെഫ്റ്റ് വിത്ത് എ സ്മൈലിംഗ് ഫേസ്. എല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ കേം അപ് ടു അസ് ആൻഡ് സെഡ് ദിസ്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് നോട്ട് ജസ്റ്റ് ദ ടേസ്റ്റ്, നിങ്ങൾ ഇട്ടിരിക്കുന്ന സെറ്റപ്പ്, ഡെക്കോർ ആൻഡ് ഓരോരുത്തരുടെയും ഹോസ്പിറ്റാലിറ്റി, യു ആർ ഓൾ ട്രീറ്റിംഗ് ലൈക്ക് എവറി സിംഗിൾ ഗസ്റ്റ്, വെൽക്കമിംഗ് ദം ഇൻ. സോ we're very very happy. Yeah, absolutely. നമ്മുടെ ഫ്രണ്ട്സ് കുറെ വന്നിട്ടുണ്ടായിരുന്നു ഫ്രം ഓൾ ഓവർ ദ വേൾഡ്, മലേഷ്യ, UK, അവരുടെ ക്യുസീനും പാലറ്റും വളരെ ഡിഫറെന്റ്. പക്ഷെ എല്ലാവർക്കും എല്ലാ ഫുഡും ഒരുപാട് ഇഷ്ടമായി. സോ താങ്ക് യു സോ മച്ച്. ഇനിയും ഒരു നെക്സ്റ്റ് ടൈം കേരളത്തിൽ വരുമ്പോൾ they want to eat from you guys. So that's the food they will be searching for. That's searching for. So that's a testament to the hard work you've put in. So thank you so much. Thank you. Thank you so much.